എല്ലാവർക്കും സാക്കരം. ഇപ്പം ഞാൻ പാൽ കേക്കിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി ഇപ്പോൾ 1 കപ്പാണെന്നുണ്ടെങ്കിൽ അതിന് 3/4 കപ്പ് വെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് എടുക്കേണ്ട അളവ്. നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിന് എത്ര വെള്ളം വേണമെന്ന്, അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 6 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ 3 സ്പൂൺ മതി. അപ്പോൾ നമ്മൾ എടുക്കണ പൊടിക്കനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ 6 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുന്നതോടുകൂടെ ഞാൻ അതിലേക്ക് 2 സ്പൂണ് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മളെടുത്ത പൊടിക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും മിക്സാക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്ത ആ പാൽപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചിങ്ങാണ്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഇങ്ങോട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം തീ ഓഫാക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പം നല്ലോണം പരത്തിങ്ങാണ്ട് കട്ടി കുറയ്ക്കരുത്, എന്നാൽ നല്ല കട്ടിയിലും വേണ്ട. അപ്പോൾ നമ്മൾ ഒന്ന് പരത്തിങ്ങാണ്ട് അത് നമുക്ക് നമ്മൾ പാൽ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചതുരത്തിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ സൈഡ് വെച്ച് പിന്നെയും കുഴച്ചങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് വരഞ്ഞ് കൊടുത്തങ്ങാണ്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരയുക. എന്നിട്ട് ഞാൻ ഇത്ര നീളത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുത്തങ്ങാണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മൾ കുറച്ച് കട്ടിയിലെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുക. നമ്മൾ പാൽ കേക്ക് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഒരുക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂട് കൊടുക്കണേ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട പാടെ പഞ്ചസാര ലൈനിൽ നിന്നൊന്നും എടുക്കൊന്നും വേണ്ട. ഒരു 2 മിനിറ്റൊക്കെ അതിൽ കിടന്നോട്ടെ. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കിനി വീട്ടിൽ തന്നെ പാൽ കേക്കൊക്കെ ഉണ്ടാക്കാം. പാൽ കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിക്കാരം. സനുസി കേക്ക് എങ്ങനെയുണ്ട്? സബ്സ്ക്രൈബ് സനുസി എന്താ പണിയത്? അങ്ങനെയല്ല പാൽ കേക്ക് ഉണ്ടാക്കിയേ. മൂത്തമ്മ കാട്ടിയ മാതിരി ഇങ്ങനെ കാട്ടേണ്ടതേ. ഇതങ്ങനെ പാൽ കേക്ക് ഉണ്ടാക്കണോ?